2024-25 സീസൺ അങ്ങനെ അവസാനിച്ചു. ഈ ഒരു സീസൺ എന്തായതോടുകൂടി ബാഴ്സ ഡൊമസ്റ്റിക് ട്രബിൾ വിന്നേഴ്സാണ്. ഈ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ റയലും അത്ലറ്റിക്കോ മാഡ്രിഡും അവരുടെ സ്ക്വാഡ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ടീമിനൊക്കെ തോൽപ്പിച്ചിട്ടാണ് ഈ ഒരു സീസണിൽ ബാഴ്സ ഈ ഡൊമസ്റ്റിക് ട്രബിൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല യൂസിൽ നല്ലൊരു റണ്ണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹാൻസ് ഫ്ലിക്ക് അല്ലാതെ വേറൊരു മാനേജറിനും ഈ ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. താങ്ക് യു ഹാൻസ് ഫ്ലിക്ക്. അപ്പോൾ ഇതിനേക്കാളും രണ്ടിരട്ടി ബെറ്റർ റണ്ണ് അടുത്ത സീസണിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു സ്ക്വാഡ് അപ്ഗ്രേഡ് എങ്കിലും ബാഴ്സ നടത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സീസണിൽ ഈ ഒരു എലക്ഷൻ വരാൻ വേണ്ടി പോവാണ് ബാഴ്സ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. അപ്പോൾ 2025-26 സീസൺ നല്ലൊരു റണ്ണ് നേടി യൂസിൽ നേടുന്നൊരു സീസൺ ആണെങ്കിൽ ഉറപ്പായിട്ടും ജോൺ ലപ്പോർട്ടയുടെ കണ്ടിന്യൂറ്റി ഉണ്ടാവും. ഈ ഒരു പ്രൊജക്റ്റ് കണ്ടിന്യൂ ആവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എന്തായിരിക്കും റിയാലിറ്റി എന്നതെല്ലാം കണ്ട് തന്നെ അറിയാം. പിന്നെ നിലവിൽ ബാഴ്സ ഹാൻസ് ഫ്ലിക്കിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തിയിട്ടുണ്ട് 2027 വരെ, റഫീനിയുടേത് 2028 വരെ, ലെമിൻ യമാലിൻ്റെത് 2031 വരെ. അപ്പോൾ ഇവരുടെ കണ്ടിന്യൂറ്റിക്ക് നല്ല രീതിയിലുള്ള ഇൻക്രിമെൻ്റൊക്കെ ബാഴ്സ കൊടുക്കുന്നുണ്ട്. അതിന് കണക്കായിട്ടുള്ള റിസൾട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ലെമിന് കൊടുത്തിരിക്കുന്ന കോൺട്രാക്ട് എന്ന് പറയുന്നത് മെസ്സി ടൈപ്പ് കോൺട്രാക്റ്റാണ്. അതായത് പുതിയ കോൺട്രാക്ടർ പ്രകാരം പ്ലെയറിന് ഏകദേശം 8 മില്യൺ യൂറോസിൻ്റെ നെറ്റ് സാലറിയാണ് ലഭിക്കുന്നത്. പിന്നെ പ്ലെയറിൻ്റെ കോൺട്രാക്റ്റിൽ കുറച്ച് ബോണസ് ആഡ് ആക്കിയിട്ടുണ്ട്. അതായത് ചാമ്പ്യൻസ് ലീഗും ബാലൻഡോറൊക്കെ നേടി കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ വരുമ്പോൾ പ്ലെയറിൻ്റെ നെറ്റ് സാലറി എന്ന് പറയുന്നത് ഏകദേശം 20 മില്യൺ യൂറോസൊക്കെ വരും, ബോണസൊക്കെ ആഡ് ആക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് പ്ലെയർ നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആവും എന്നാണ് റൂമേഴ്സൊക്കെ പറയുന്നത്. എങ്ങനെയായിരിക്കും റിയാലിറ്റി എന്നതെല്ലാം വരും വർഷങ്ങളിൽ കണ്ടു തന്നെ അറിയാം. ഇനി പറയാനുള്ളത് നമ്മുടെ ബാഴ്സയിൽ അത്യാവശ്യം നല്ല സാലറി വാങ്ങുന്ന ഒരു പ്ലെയറെ കുറിച്ചാണ്. ലെങ്ലെ എന്ന് പറയുന്ന താരത്തെ പറ്റിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ജോൺ ലപ്പോർട്ട ബോർഡ് ഈ ഒരു താരത്തെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ലാംഗ്ലിയുടെ എക്സിറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കാരണം ബർട്ടോമി ബോർഡ് ഈ ഒരു താരത്തിൻ്റെ പേരിൽ ഹൈ ആയിട്ടുള്ള സാലറിയാണ് കൊടുത്തത്. അപ്പോൾ അതൊക്കെ കൊണ്ട് പ്ലെയറിൻ്റെ ഡിമാൻഡ് ഹൈ ആയി. പ്ലെയറെ സ്വന്തമാക്കാൻ വരുന്ന ക്ലബ്സിനോട് പ്ലെയർ വലിയ വലിയ ഡിമാൻഡ്സ് മുന്നോട്ട് വെക്കാൻ തുടങ്ങി. അങ്ങനെ പല പല ഡീൽസ് കൊളാപ്സ് ആയി ഈ ഒരു പ്ലെയറിൻ്റെ പെർമനൻറ്റ് എക്സിറ്റ് നടക്കാതെയായി. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ ജോൺ ലപ്പോർട്ട ബോർഡ് ഈ ഒരു താരത്തെ ലോൺ ഡീൽ വഴിയെങ്കിലും എക്സിറ്റ് നടത്താൻ ശ്രമിക്കാറുണ്ടായിരുന്നു. കാരണം പ്ലെയറിൻ്റെ വേജിൻ്റെ ഒരു 50% എങ്കിലും ബാഴ്സക്ക് സേവ് ചെയ്യാൻ പറ്റും. ബാക്കി 50% പ്ലെയറെ സ്വന്തമാക്കുന്ന ക്ലബ്ബ് കൊടുത്താൽ മതി. അപ്പോൾ ഈ കഴിഞ്ഞ ആസ്റ്റൺ വില്ല ഡീലും സ്പേഴ്സ് ഡീലിൻ്റെ അകത്ത് പ്ലെയറിനെ ഈ ഒരു ക്ലബിനോട് വലിയ അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടില്ല. പക്ഷേ അത്ലറ്റിക് മാഡ്രിഡ് ഡീലിൻ്റെ അകത്ത് പ്ലെയറിനെ ആ ഒരു ക്ലബിനോട് ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ വിൻഡോ ട്രാൻസ്ഫർ വിൻഡോ ടൈമിൽ വന്ന റിപ്പോർട്ട്സ് പറഞ്ഞത് പ്ലെയറെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അത്ലറ്റിക് മാഡ്രിഡ് രംഗത്ത് വരും, 10 മില്യൺ യൂറോസ് സ്പെൻഡ് ചെയ്യാം എന്നൊക്കെയായിരുന്നു. പക്ഷേ അത്ലറ്റിക് മാഡ്രിഡ് ഇപ്പോൾ അതിൽ നിന്നും പിന്മാറി. അതായത് 10 മില്യൺ യൂറോസ് ഇറക്കത്തില്ല എന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. പകരം ലോൺ ഡീൽ വഴി വീണ്ടും ലെങ്ലെ സ്വന്തമാക്കാൻ അവർ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല പ്ലെയറിൻ്റെ ഫുൾ വേജ് കവർ ചെയ്യാൻ അവർ റെഡിയാണെന്നും പറയുന്നുണ്ട്. ഇനി ആ ഒരു പരിപാടി നടത്താൻ ബാഴ്സ റെഡി ആവുന്നില്ലെങ്കിൽ ലെങ്ലെ മ്യൂച്വൽ അഗ്രിമെൻ്റ് വഴി കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്ലറ്റിക് മാഡ്രിഡ് സൈൻ ചെയ്യാൻ റെഡിയാവുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് മിക്കവാറും നടക്കും. പിന്നെ റീസെൻ്റ് ആയിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ലെ നമ്മുടെ ബോർഡിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്ലെയറിൻ്റെ എക്സിറ്റ് പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞിട്ട്. കാരണം ക്ലബ് വേൾഡ് കപ്പ് നടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത്ലറ്റിക് മാഡ്രിഡിൽ റീജോയിൻ ചെയ്യണമെന്നാണ് പ്ലെയറിൻ്റെ ആഗ്രഹം. അപ്പോൾ അതൊക്കെ കൊണ്ട് പ്ലെയറിൻ്റെ എക്സിറ്റ് പെട്ടെന്ന് നടത്തണമെന്നൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാഴ്സക്കാണെങ്കിൽ ഈ ഒരു താരത്തിൻ്റെ പെർമനൻറ്റ് എക്സിറ്റ് ആണ് വേണ്ടത്. പക്ഷേ പ്ലെയറിൻ്റെ ഡിമാൻഡ് എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അതായത് ലോൺ എക്സിറ്റ് ആണോ അല്ലയോ എന്ന് വ്യക്തമായിട്ടില്ല. ഈ ലോൺ എക്സിറ്റ് ആണെങ്കിലും അത്ലറ്റിക് മാഡ്രിഡ് ആ ഒരു വേജ് ഫുള്ളായിട്ട് കവർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്ലെയറിൻ്റെ വേജ് നമ്മുടെ വേജ് ബില്ലുണ്ടാവും. അത് ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ബാഴ്സ ഒന്നിക്കുക ഈ ഒരു താരത്തെ മ്യൂച്വൽ അഗ്രിമെൻ്റ് വഴി കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും. സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയായിരിക്കും. എങ്ങനെയായിരിക്കും കാര്യങ്ങളുടെ പോക്ക് എന്ന് തന്നെ കണ്ടു തന്നെ അറിയാം. എന്തായാലും ക്ലബ് വേൾഡ് കപ്പിൽ പ്ലെയർ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് കൊണ്ട് ബാഴ്സയുടെ കയ്യിൽ കുറച്ച് പവർ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബാഴ്സ അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. മെയിനായിട്ട് പറഞ്ഞാൽ ഡെക്കോ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പ്ലെയറിൻ്റെ കോൺട്രാക്ട് ടെർമിനേഷൻ നടത്തുമെന്ന് വിശ്വസിക്കുന്നു. എന്തായിരിക്കും റിയാലിറ്റി എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഈ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.